വരെ പോവുകയാണ് കേട്ടോ. കൊറിയർ അയക്കാൻ വേണ്ടി പോവാണ്, നമ്മുടെ ജ്വല്ലറിയുടെ കൊറിയർ. അപ്പോൾ അനിതയും രണ്ടൊന്ന് കൊറിയർ അയക്കാനുണ്ട്. എൻ്റെ ജ്വല്ലറിയുടെ കൊറിയർ വന്നിരിപ്പുണ്ട്. അത് സ്റ്റോക്കും കൂടി നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ടിക്കറ്റീസിൽ കേട്ടോ വന്ന് കരുനാഗപ്പള്ളിലുള്ള. അങ്ങനെ ചെന്ന സമയത്ത് നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അനിയത്തിയുടെ പാലക്കാടും പത്തനംതിട്ടയിലും അവർക്ക് 2 കൊറിയർ പിള്ളേർക്ക് 2 പിള്ളേർക്ക് അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൊറിയർ നമ്മൾ അയച്ച്, പിന്നെ എൻ്റെ കൊറിയർ എടുക്കാനുള്ളത് അതും എടുത്തിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ഹിന്ദിക്കാരുടെ കടയുണ്ടല്ലോ കരുനാഗപ്പള്ളി, കമ്മലൊക്കെ വിൽക്കുന്നത്, അവിടെ കയറി മിക്കപ്പോഴും നമ്മൾ കരുനാഗപ്പള്ളി വരുമ്പോൾ കയറി പർച്ചേസ് ചെയ്യും കേട്ടോ. അപ്പോൾ അവിടുന്ന് അതും വാങ്ങി നേരെ നമ്മുടെ കരുനാഗപ്പള്ളി അമ്പലത്തിൻ്റെ അടുത്തായിട്ട് ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. അവിടെ കയറി 2 കട്ട്ലേറ്റും 2 ലൈമും മേടിച്ച് കുടിച്ച്. നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയത്തൊക്കെ നല്ല പൊടും വെയിലാണ്, റോഡിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അതും കഴിച്ച് നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ നിസാർക്കയുടെ കടയിലോട്ടാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഈ കടയെ പറ്റി കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത കൂട്ടാനും പിന്നെ നമ്മുടെ നാട്ടുകാരനും കൂടിയാണ് ഇക്ക കേട്ടോ. അപ്പോൾ നിസാർക്കയുടെ കടയിൽ വന്ന് മിക്കപ്പോഴും നമ്മൾ കരുന്നപ്പോൾ വരുമ്പോൾ ഇവിടുന്ന് ബജ്ജി എന്തെങ്കിലും വാങ്ങാതിരിക്കത്തില്ല. എപ്പോഴും നമ്മൾ മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ കയറി വാങ്ങി അവിടുന്ന് വാങ്ങി നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോയപ്പോൾ ചെന്ന് നിന്നപ്പോൾ ഒരു ബസ്സും കിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് ബസ് വന്ന്. അങ്ങനെ അതിനെ കയറി നേരെ വീട്ടിലോട്ട് ചെന്നിട്ടും പിന്നെ ബജ്ജിയൊക്കെ കഴിച്ച് അടുത്ത വീട്ടിൽ കാണാവേ. ബൈ.